കൊച്ചി നഗരം രാവിലെ തിരക്കിലേക്ക് പതുക്കെ ഉണരുകയായിരുന്നു. റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. വലിയ കമ്പനികളിലേക്ക് ആളുകൾ വേഗത്തിൽ പോകുമ്പോൾ ആര്യൻ ഗ്രൂപ്പ് എന്ന വലിയ കെട്ടിടത്തിൻ്റെ മുന്നിൽ ഭയത്തോടെ നിൽക്കുകയായിരുന്നു അനന്യ. അവളുടെ കയ്യിൽ ഒരു ഫയലും ചെറിയ ബാഗും മാത്രം. ജീവിതത്തിൽ ആദ്യമായി അവൾ ഒരു വലിയ ഓഫീസിലേക്ക് ജോലിക്കായി കയറുകയാണ്. അച്ഛന് വയ്യാതായതിനു ശേഷം കുടുംബം നോക്കാനുള്ള ഉത്തരവാദിത്തം മുഴുവൻ അവളുടെ മേലായിരുന്നു. പഠനം കഴിഞ്ഞ് ഉടനെ ജോലി കണ്ടെത്തേണ്ടി വന്നു. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടും ജോലി കിട്ടിയില്ല. ഒടുവിൽ ഒരുപാട് പ്രതീക്ഷയോടെ ലഭിച്ചതാണ് ഈ ജോലി. പക്ഷേ ഈ ഓഫീസ് അവളുടെ ജീവിതം പൂർണ്ണമായി മാറ്റുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. മോളെ, പേടിക്കണ്ട, നിന്നെക്കൊണ്ട് എല്ലാം സാധിക്കും. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ വാക്കുകൾ ഓർത്താണ് അവൾ ധൈര്യമായി അകത്തേക്ക് നടന്നത്. റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെ, എന്ത് സഹായം വേണം? ഞാൻ ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്യാൻ വന്നതാണ്. അനന്യ. ഓ, പുതിയ പി ആണല്ലേ? HR 3-ാം നിലയിലാണ്. അവൾ തലകുനിച്ച് ലിഫ്റ്റിലേക്ക് നടന്നു. ലിഫ്റ്റിനകത്ത് നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുകയായിരുന്നു. വലിയ ഓഫീസ്, പരിചയമില്ലാത്ത ആളുകൾ, എല്ലാം അവൾക്ക് പുതിയ ലോകം പോലെ തോന്നി. 3-ാം നിലയിൽ എത്തിയ ഉടനെ അവളൊരു ശബ്ദം കേട്ടു. ഈ ഫയൽ ആരാണ് തയ്യാറാക്കിയത്? ആ ശബ്ദത്തിൽ തന്നെ ദേഷ്യം നിറഞ്ഞിരുന്നു. എല്ലാവരും നിശബ്ദമായി തലകുനിച്ചു നിന്നു. അവിടെ കറുത്ത ഷർട്ട് ധരിച്ച് കടുപ്പമുള്ള മുഖത്തോടെ ഒരാൾ നിൽക്കുകയായിരുന്നു. ആര്യൻ, കമ്പനിയുടെ MD. അവനെക്കുറിച്ച് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരും പറഞ്ഞിരുന്നു, വളരെ ദേഷ്യക്കാരനാണ്, ചെറിയ തെറ്റിനും പൊട്ടിത്തെറിക്കും, സ്റ്റാഫിനെ പേടിപ്പിച്ചാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ. ആദ്യമായി നേരിൽ കണ്ടപ്പോൾ തന്നെ അനന്യയ്ക്ക് പേടി തോന്നി. സാർ, ഞാൻ തിരുത്താം, ഒരു സ്റ്റാഫ് വിറച്ചു പറഞ്ഞു. തിരുത്താൻ വേണ്ടിയല്ല ശമ്പളം കൊടുക്കുന്നത്, ശരിയായി ചെയ്യാൻ പഠിക്ക്. സാർ, പുതിയ PA. ആര്യൻ ലാപ്ടോപ്പിൽ നിന്ന് തല ഉയർത്തി. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അനന്യയിൽ തങ്ങി നിന്നു. വളരെ സാധാരണയായ വേഷം ധരിച്ച ഒരു പെൺകുട്ടി. മുഖത്ത് ചെറിയ ഭയം, കണ്ണുകളിൽ നന്മ മാത്രം. പേര്? അനന്യ. മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, ഇത് ആദ്യമായിട്ടാ. അവൻ കുറച്ചു നിമിഷം അവളെ നോക്കി. എനിക്ക് ജോലികളിൽ തെറ്റുകൾ ഇഷ്ടമല്ല. ശ്രദ്ധിച്ചോളാം സാർ. കാണാം. അതിനുശേഷം വീണ്ടും ലാപ്ടോപ്പിലേക്ക് നോക്കി. അനന്യ പതുക്കെ പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു, ഇവിടെ നിൽക്കാൻ പറ്റുമോ? ആദ്യ ദിവസങ്ങൾ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആര്യൻ്റെ ഓരോ കാര്യത്തിലും കൃത്യത വേണം, ഫയലുകൾ സമയത്ത് വേണം, മീറ്റിംഗ് സമയം തെറ്റരുത്, ഫോൺ കോളുകൾ പോലും ഒരു തെറ്റുമില്ലാതെ കൈകാര്യം ചെയ്യണം. പക്ഷേ അനന്യയ്ക്ക് അതൊന്നും പരിചയമില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ, സാർ, ഈ ഫയൽ ഞാൻ പറഞ്ഞ ഫോർമാറ്റ് ഇതല്ല. സോറി സാർ, ഞാൻ വീണ്ടും. എപ്പോഴും സോറി പറഞ്ഞാൽ മതി. അവൾ മിണ്ടാതെ നിന്നു. അയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് പേടിയായിരുന്നു. ഓഫീസിലുള്ളവർ ആര്യനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനന്യ നിശബ്ദമായി കേൾക്കുമായിരുന്നു. സാറ് മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്നു. പിന്നെ ആർക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല, പക്ഷേ ജീവിതത്തിൽ എന്തോ സംഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. അനന്യയ്ക്ക് അത്ഭുതം തോന്നി. ദേഷ്യത്തിന് പിന്നിൽ എന്തോ വേദനയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി.
ദിവസം ഉച്ചയ്ക്ക് ആര്യൻ മീറ്റിങ്ങിലായിരുന്നു. അനിനെ ഫയലുകൾ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ ഒരു പ്രധാന ഫയൽ താഴെ വീണു. അതിലെ പേപ്പറുകളെല്ലാം ചിതറിപ്പോയി. അതേസമയം ആര്യൻ അകത്തേക്ക് വന്നത്. എന്താണിത്? അവൾ ഭയന്ന് താഴേക്ക് കുനിഞ്ഞ് പേപ്പറുകൾ എടുക്കാൻ തുടങ്ങി. സോറി സർ, നിനക്കൊരു ജോലി ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടിട്ടും അയാൾ ഒന്നും പറഞ്ഞില്ല. അവൾ പേപ്പറുകൾ എടുത്ത് പുറത്തേക്ക് നടന്നു. വൈകുന്നേരം ഓഫീസിലെ വാഷ്റൂമിൽ നിൽക്കുകയായിരുന്നു അനന്യ. കരച്ചിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അവൾ. ഇത്രയും ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? അവൾ മനസ്സിൽ പറഞ്ഞു. അതേസമയം അവളുടെ സുഹൃത്തായ മീര ഫോൺ ചെയ്തു. ഡാ, ജോലി എങ്ങനെയുണ്ട്? കഷ്ടാണ്. എന്താടാ? എൻ്റെ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ജോലി വിടുവോ നീ? അതിന് കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. വീട്ടിലെ അവസ്ഥ അറിയില്ലേ, എനിക്കിത് വേണം. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആ ദിവസം രാത്രി ഓഫീസിൽ നിന്ന് എല്ലാവരും പോയിരുന്നു. പക്ഷേ അന്നെ മാത്രം റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. സമയം 9 കഴിഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. മുഴുവൻ ഓഫീസും ഇരുട്ടായി. അയ്യോ! അവൾ പേടിച്ചെഴുന്നേറ്റു. അവൾക്ക് ഇരുട്ട് ചെറിയ പേടിയായിരുന്നു. അപ്പോഴാണ് ആര്യന്റെ ക്യാബിൻ തുറക്കുന്നത്. മൊബൈൽ ലൈറ്റ് ഓണാക്കി അയാൾ പുറത്തു വന്നു. ഇനിയും പോയില്ലേ? റിപ്പോർട്ട് തീർക്കാനുണ്ടായിരുന്നു സർ. ഇരുട്ടിനെ പേടിയാണോ? അവൾ പതുക്കെ തലകുനിച്ചു. ആര്യൻ കുറച്ചു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ആ പേടിച്ച കണ്ണുകൾ കണ്ടപ്പോൾ എന്തോ ഒരു തോന്നൽ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ജനറേറ്റർ ഉടൻ ഓണാവും. ആദ്യമായിട്ടായിരുന്നു അവൻ ദേഷ്യമില്ലാതെ സംസാരിക്കുന്നത്. അനന്യക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അടുത്ത ദിവസം രാവിലെ അനന്യ ഓഫീസിലെത്തിയപ്പോൾ അവളുടെ ടേബിളിൽ ഒരു കാപ്പിക്കപ്പ് ഉണ്ടായിരുന്നു. കൂടെ ചെറിയൊരു പേപ്പറും. ജോലിക്കിടെ കരയരുത്. അവൾ അത്ഭുതത്തോടെ ചുറ്റും ഇങ്ങനെ നോക്കി. ആര്യൻ ക്യാബിനകത്ത് ഇരിക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് നോക്കിയപ്പോൾ അയാൾ ലാപ്ടോപ്പിൽ ശ്രദ്ധിക്കുന്നത് പോലെ നടിച്ചു. പക്ഷേ അവൻ്റെ മുഖത്ത് ഇന്നലെ കണ്ടതുപോലുള്ള കടുപ്പം ഇപ്പോൾ ഇല്ലായിരുന്നു. അന്ന് ആദ്യമായി അനന്യയുടെ മനസ്സിൽ ആര്യനോടുള്ള പേടി കുറച്ചു കുറഞ്ഞു. അതേസമയം ആര്യൻ്റെ ഉള്ളിലും ഒരു മാറ്റം പതുക്കെ ആരംഭിക്കുകയായിരുന്നു. ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് നാളെ ഇടുന്നതാണ്. ഇതുപോലെയുള്ള ലവ് സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.